ഇതിൽ ബാബാ സാഹിബിനെ കുറിച്ചുള്ള മോശം കാര്യങ്ങൾ നമ്മൾ അന്വേഷിക്കേണ്ടതില്ല. അദ്ദേഹത്തിന്റെ കാലത്തേക്ക് പോകാം. നമ്മുടെ ഇന്ത്യ എങ്ങനെയായിരുന്നു, നമ്മുടെ ഹിന്ദു സഹോദരന്മാർ മറ്റുള്ളവരോട് എങ്ങനെ പെരുമാറിയെന്ന് നിങ്ങൾ മനസ്സിലാക്കൂ. അതിനെക്കുറിച്ച് ചിന്തിക്കൂ. എങ്കിലേ നിങ്ങൾക്ക് എല്ലാ തിരിച്ചറിവുകളുമുള്ള സാമൂഹ്യ മാറ്റം ആഗ്രഹിക്കുന്ന ഒരാളുടെ കോപം എന്താണെന്ന് തിരിച്ചറിയൂ. മരിക്കുന്നതിന് 3 മാസം മുമ്പ് വരെ അദ്ദേഹം ശ്രമിച്ചുകൊണ്ടിരുന്നു. മാറും 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 എല്ലാം മാറുമെന്ന് അദ്ദേഹം ആഗ്രഹിച്ചു. പക്ഷേ അങ്ങനെ സംഭവിച്ചില്ല. പിന്നെ അദ്ദേഹത്തിന് എല്ലാം മനസ്സിലായപ്പോൾ അദ്ദേഹം എല്ലാവരെയും വിളിച്ചു. നിങ്ങളെ ഞാൻ ഈ അവസ്ഥയിൽ വിട്ടിട്ട് പോവുകയാണെങ്കിൽ ഈ ജാതി വ്യവസ്ഥയുണ്ടല്ലോ, ഇത് നിങ്ങളെ ഒരിക്കലും വിട്ടുമാറുകയില്ല. ത്യാഗം ചെയ്യൂ എന്ന്. നമസ്കാരം സാർ. സാർ, ഇന്ന് ബുദ്ധപൂർണിമയാണ്. അതുപോലെ ഡോക്ടർ ബാബാ സാഹിബ് അംബേദ്കർ നാഗ്പൂരിൽ അദ്ദേഹം മതം മാറിയിരുന്നു, അതായത് ബുദ്ധമതത്തിലേക്ക്. അവിടെ വെച്ച് അദ്ദേഹം 22 പ്രതിജ്ഞ എടുത്തിരുന്നു. അതിൽ ഒരുപാട് വാചകങ്ങളുണ്ടായിരുന്നു. അതിലെ പ്രധാന കാര്യങ്ങളിൽ ചിലത്, അതായത് ഞാൻ ബ്രഹ്മ വിഷ്ണു മഹേശ്വരന്മാരെ പൂജിക്കുകയില്ല എന്ന്, പകരം ഭഗവാൻ ബുദ്ധനെയാണ് ഞാൻ വിഷ്ണുവിൻ്റെ വംശമായിട്ട് കണക്കാക്കുന്നത്. അത് പിന്നെ ഹിന്ദുധർമ്മവും സനാതനധർമ്മവുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ബുക്കുണ്ട്, ഉപനിഷത്തുകൾ, വേദഗ്രന്ഥം, അങ്ങനെ വേദവുമായി ബന്ധപ്പെട്ട ഭഗവത്ഗീത. അദ്ദേഹത്തിൻ്റെ സമൂഹത്തിൻ്റെ പകുതി അത് അറിയാത്തതാണ്. അതുകൊണ്ട് അദ്ദേഹം ആ ഭാഗത്തേക്ക് പോകാൻ ആഗ്രഹിച്ചില്ല. കാരണം ബാബാ സാഹിബിനെ ആര് ബഹുമാനിക്കുന്നോ അവർ ഈ ഗീത അല്ലെങ്കിൽ ഉപനിഷത്തുകൾ അത് ഹിന്ദുധർമ്മത്തിൻ്റെ ഭാഗമാണെന്ന് കരുതുന്നു. അത് അവസാനം ശക്തിയോ അല്ലെങ്കിൽ മോശമോ ആകാം. നിയമത്തിനൊരു സാരാംശമുണ്ട്, അത് ഇനിയും പൂർണ്ണമായിട്ടില്ല. അതിവിടേക്ക് എത്താൻ ആഗ്രഹിക്കുന്നുമില്ല. സോ നമ്മളിതെങ്ങനെയാണ് അംഗീകരിക്കേണ്ടത്? നോക്കൂ, ഒരു മരുന്നും അങ്ങനെയല്ല. അതായത് സൈഡ് എഫക്റ്റ് ഇല്ലാത്ത മരുന്നില്ല. പക്ഷേ മരുന്ന് കൊടുത്തേ പറ്റൂ, അല്ലെങ്കിൽ രോഗികളെ രക്ഷിക്കാൻ പ്രയാസമാണ്. പിന്നെ ഈ വകതിരിവില്ലാത്ത മുതലെടുപ്പുള്ള മതവാദമുണ്ടല്ലോ, അത് അടിമത്വമാണ്. അതെങ്ങനെ പറയാതിരിക്കാനാവും? അതായത് രാജ്യത്തിന് ഏറ്റവും കുറഞ്ഞത് 20% ബാധിപ്പാണ്. ഞാൻ ഏറ്റവും കുറച്ചാണ് പറയുന്നത്. ശരിക്കും 50%-ന് മേലെ ഉണ്ടാവും. എങ്ങനെ അവരോട് പറയാതിരിക്കാനാവും? അതായത് ഈ മതത്തിൻ്റെ പേരിലുള്ള മുതലെടുപ്പ് ഉപേക്ഷിക്കൂ എന്ന് പറയാതെ പറ്റില്ലല്ലോ. അതിനുശേഷം ആ പ്രവൃത്തികളിൽ, ആ മതത്തിൻ്റെ പേരിലുള്ള മുതലെടുപ്പുണ്ടല്ലോ, അതിൽ ചിഹ്നങ്ങളെയും അവഗണിക്കണമെന്ന് പറഞ്ഞ് മനസ്സിലാക്കണം. ബാബാ സാഹിബ് പറയുന്നു, നീ ഇതെല്ലാം പിടിച്ചു വച്ചിരിക്കുന്നിടത്തോളം ഈ മുതലെടുപ്പ് തുടരുമെന്ന്. ഇതൊക്കെ പിടിച്ചു വച്ചിട്ടുണ്ടെങ്കിൽ ഈ മുതലെടുപ്പും തുടരും. പക്ഷെ നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ ശരിയാണ്. എത്രയൊക്കെ പുരാണ ചിഹ്നങ്ങളുണ്ടായിരുന്നോ, അല്ലെങ്കിൽ മുതലെടുക്കാനുള്ള ചിഹ്നങ്ങളുണ്ടായിരുന്നോ, അങ്ങനെയുള്ളവയെല്ലാം ചേർത്ത് ആ ഒരു കാഴ്ചപ്പാടുണ്ടല്ലോ, അതുപോലും ഇപ്പോൾ പലർക്കും ഇല്ലെന്ന് പറയാം. അത് മിഥ്യയാണ്. അതിപ്പോൾ കൊളാട്രൽ ഡാമേജായി. അതായത് ഞാനും ഇടയ്ക്കിടെ പറയാറുണ്ടല്ലോ, ഗ്രോയിങ് ദി ബേബി ഔട്ട് വിത്ത് ദ ബാത്ത് വാട്ടർ എന്ന്. നിങ്ങളുടെ നന്മ ആഗ്രഹിക്കുന്ന എല്ലാവരും, മതേതരവാദി, സാമൂഹ്യ മുന്നേറ്റം ആഗ്രഹിക്കുന്നവർ, അവർ നിങ്ങളോട് ആ ഒരു കാര്യമാണ് ത്യാഗം ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. അതായത് മതം, അതിൻ്റെ ജീർണിച്ച വശങ്ങൾ. പക്ഷേ അദ്ദേഹം പറഞ്ഞ വാക്കുകളുടെ അടിസ്ഥാനത്തിൽ നമ്മൾ മതത്തിൻ്റെ മഹത്വത്തെ തന്നെ കൈവിട്ടു. മതത്തിൻ്റെ മഹത്വം നമ്മൾ കൈവിടണമെങ്കിൽ ബാബാ സാഹിബ് അപ്പോൾ എന്തു പറയണമായിരുന്നു? ഞാൻ ഹിന്ദുവല്ല എന്ന് പറയണമായിരുന്നു. അദ്ദേഹം പറഞ്ഞു, ഞാൻ ഹിന്ദുവല്ല, ഞാൻ ബുദ്ധനിലേക്ക് ലയിക്കുകയാണ് എന്ന്. ബുദ്ധം ശരണം ഗച്ഛാമി, സംഘം ശരണം ഗച്ഛാമി. ആലോചിക്കൂ ഇതിൻ്റെയൊക്കെ അർത്ഥം.
അദ്ദേഹത്തിന് ഇങ്ങനെ പറയാമായിരുന്നല്ലോ, എനിക്ക് ദൈവത്തിൽ വിശ്വാസമില്ല, ഞാനൊരു നിരീശ്വരവാദിയാണെന്ന്, ഞാൻ ഒന്നിലും വിശ്വസിക്കുന്നില്ല എന്ന്. അദ്ദേഹം സമ്മതിച്ചു മതം എന്നത് ഒരു മനുഷ്യന്റെ കേന്ദ്രമാണെന്ന്. അദ്ദേഹം തന്റെ മതം ഉപേക്ഷിച്ചില്ലല്ലോ. ഹിന്ദുമതത്തിന്റെ ഉന്നമനത്തിനു വേണ്ടി അദ്ദേഹം തന്നാലാവുന്നതെല്ലാം ചെയ്തു. പക്ഷെ സമൂഹം അതിന് ഒരുക്കമല്ലെങ്കിൽ അദ്ദേഹം എന്ത് ചെയ്യാനാണ്? അദ്ദേഹം തന്റെ മതത്തെ വിട്ടുകൊടുത്തില്ല, പക്ഷെ അദ്ദേഹം സമൂഹത്തെ വിട്ടുകളഞ്ഞു. അതായത് തങ്ങളുടെ മുതലെടുക്കുന്ന മനോഭാവം കൈവിടാത്തവർ. പിന്നെ ഈ അടിമത്വം പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി പല കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. ബാബാ സാഹിബ് എന്താണ് പറയുന്നത്? അങ്ങനെയുള്ള സമൂഹത്തോട് ടാറ്റ ബൈ ബൈ എന്ന് പറയണം. പിന്നെ ഏത് സമൂഹമാണോ മതത്തിന് പ്രാധാന്യം കൊടുക്കുന്നത് അവരോടും ബൈ ബൈ പറയണം, പോകാൻ പറയണം. നന്നായി ആലോചിക്കൂ. ഒരുപക്ഷേ മതവാദം തന്നെ മോശമാണെങ്കിൽ ബാബാ സാഹബ് എന്തിനു ബൗദ്ധനായി മാറണം? എന്തിനു മാറണം? മതവാദം തെറ്റല്ല. മതവാദത്തിൽ എത്രത്തോളം നമ്മൾ നമ്മുടെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി അതിനെ ന്യായീകരിച്ചു വരുന്നു, അതിൽ നിന്നും നമ്മൾ മുക്തി നേടണം. റിലീജിയസ് എമോഷൻസിനെ കുറിച്ച് നിങ്ങൾ പറഞ്ഞിരുന്നില്ലേ? അതുപോലും ചെറിയ കാര്യമായിട്ടാണ് കാണുന്നത്, പക്ഷെ അത് വിഷമാണ്. നമ്മൾ മതമായിട്ട് കാണുന്നത് നമുക്ക് വിഷമാണ്. ബാബാ സാഹിബ് ആ വിഷം സ്വീകരിക്കാനാണ് പറഞ്ഞത്. ഒരു സാധാരണ മനുഷ്യൻ തന്റെ ജീവിതത്തിൽ ഏതാണോ മതമെന്ന് കരുതുന്നത് അത് മതമല്ല. അതായത് ബാബാ സാഹിബ് മാത്രമല്ല, നിങ്ങൾ വേദപണ്ഡിതരെയോ മഹർഷിമാരെയോ ആരെ വേണമെങ്കിലും കൊണ്ടുപോകും, അവരും തലയിൽ കൈവയ്ക്കും ഇതാരാ പഠിപ്പിച്ചെന്നും പറഞ്ഞ്. ഈ വിവരമില്ലാത്ത വിശ്വാസങ്ങളെ, പിന്നെ എല്ലാവിധത്തിലുള്ള തിന്മകളും പാരമ്പര്യങ്ങൾ, ജീവിത രീതികൾ, ഇതൊക്കെ നിങ്ങൾ ഫോളോ ചെയ്യുന്നുണ്ടല്ലോ. ഇതെല്ലാമാണോ പഠിപ്പിച്ചു തന്നത്? ജാതി വ്യവസ്ഥ ഇത് നിങ്ങൾ, അതായത് ഇത് മതവാദം മാത്രമല്ല, ജാതി വ്യവസ്ഥയിൽ മറ്റൊരു തരത്തിൽ മുതലെടുപ്പ് നടക്കുന്നുണ്ട്. സാധാരണ മനുഷ്യൻ, സാധാരണ ഹിന്ദു ആരാണോ മതത്തിന്റെ പുറകെ പോകുന്നത് അവൻ തന്നെ ചുരണ്ടുകയാണ്, തന്റെ കുടുംബത്തെ ചുരണ്ടുകയാണ്. അവൻ സ്വയം ജീവിക്കുകയുമില്ല, മറ്റുള്ളവരെ ജീവിക്കാൻ സമ്മതിക്കുകയുമില്ല. അതായത് ഇക്കാര്യത്തിൽ ചില ജാതികളെ മാത്രമല്ല എതിർക്കുന്നത്, അതായത് ഇതെല്ലാം ഋഷികളെയും പണ്ഡിതന്മാരെയും എതിർക്കുന്നു. നോക്കൂ, രണ്ടു കാര്യങ്ങൾ ഒരിക്കലും ഒരുപോലെ മനസ്സിലാക്കാൻ കഴിയില്ല. അത് രണ്ടും വെവ്വേറെയാണ്. അതായത് ഒന്ന് സമൂഹം, അതിൽ ഒരുത്തൻ ആത്മീയ ചിന്തയുള്ളവൻ സമൂഹത്തിൽ നിന്നും അകന്നുപോയി അവൻ സമൂഹത്തെ നേരെയാക്കാൻ നോക്കുന്നു. ഇത് നിങ്ങൾ ശരിക്കും മനസ്സിലാക്കണം. സമൂഹമുണ്ടല്ലോ, ഈ സമൂഹം സാധാരണക്കാർ കൂടുതലുള്ളതാണ്, മീഡിയോട്ടിക് പീപ്പിൾസ്. അതായത് അവരുടെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി അവർ ചെയ്യുന്ന കാര്യങ്ങളിലാണ് അവർ ജീവിക്കുന്നത്. ഈ സമൂഹത്തിൽ തന്നെ ചിലരെല്ലാം കലഹമുണ്ടാക്കുന്നവർ, പ്രശ്നമുണ്ടാക്കുന്നവർ, ബുദ്ധിപരമായി ചിന്തിക്കുന്ന ആളുകൾ, അവരെല്ലാം പറയുന്നു ഇതുപോലെയുള്ള രീതികളിൽ ജീവിക്കേണ്ട കാര്യമില്ല. അന്നത്തെ കാലത്ത് ഇതുപോലെയുള്ള ജനങ്ങൾ സമൂഹത്തിൽ പൊതുവായ ജീവിത രീതികൾ, സമൂഹത്തിന്റെ 4 ചുവരുകൾ, അതവർ തകർത്ത് മറ്റൊരു പാതയിലൂടെ പോകുന്നു. അവർ പോകുന്നതിന്റെ കാരണം അവർക്ക് ഈ സമൂഹത്തിൽ ജീവിക്കാൻ താല്പര്യമില്ല. അവർക്ക് വീർപ്പ് മുട്ടുന്നു, അല്ലെങ്കിൽ ആ സമൂഹത്തിലുള്ളവർ അവരെ കൊല്ലുന്നു. അതുകൊണ്ട് അവർ അവിടെ നിന്ന് പോകുന്നു. അവരെയാണ് നമ്മൾ മുനിവര്യന്മാർ എന്ന് പറയുന്നത്. കലഹിച്ചു പോയതാണവർ. അവർ ഈ സമൂഹത്തിൽ നിന്നും അകന്നുപോയി. ഇത് സമൂഹത്തിന്റെ മറ്റൊരു ഭാഗം. പോയവർ മുനിവര്യന്മാർ. അവിടെയുള്ള സമൂഹത്തെ നേരെയാക്കാൻ ഒരുപാട് ശ്രമങ്ങൾ നടന്നു. അതിനെയാണ് നമ്മൾ തത്വം എന്ന് പറയുന്നത്, അതായത് ഫിലോസഫി. ഇപ്പോൾ ആ സമൂഹം തന്ത്രങ്ങൾ മെനയുന്നു, അതിനൊരു നേതാവുണ്ട്. പിന്നെ ഈ മുനിവര്യന്മാരുടെ ഒരു ചെറിയ സമൂഹമുണ്ട്. ആ സമൂഹത്തിനൊരു പുതിയ കാര്യം പറഞ്ഞു കൊടുക്കാൻ ആഗ്രഹിക്കുന്നു, പക്ഷെ അവർ പറയുന്നു നിങ്ങൾ പറയുന്നത് തെറ്റാണെന്ന്. നിങ്ങളിപ്പോഴും ഇരുട്ടത്താണ് നടക്കുന്നത്, പറയുന്നത് മനസ്സിലാക്കൂ എന്ന്, സ്വയം മനസ്സിലാക്കൂ എന്ന്. സമൂഹത്തിൽ മൊത്തം ചുരണ്ടലാണ് നടക്കുന്നത്. സ്വയം ചുരണ്ടുന്നു, മറ്റുള്ളവരെ ചുരണ്ടുന്നു, അയൽക്കാരെ ചുരണ്ടുന്നു, സ്വന്തം ഭാര്യയെ ചുരണ്ടുന്നു, മക്കളെ ചുരണ്ടുന്നു. അതായത് സർവത്ര ചുരണ്ടലാണ് നടക്കുന്നത്. സമൂഹം ഇങ്ങനെയാണ് മുന്നോട്ടു പോകുന്നത്. മുനിവര്യന്മാർ പറയുന്നത് സ്വാർത്ഥതയോടെയുള്ള ജീവിതം, അതായത് അങ്ങനെയുള്ളവർക്ക് ജീവിക്കാൻ അർഹതയില്ലെന്നാണ്.
അതായത് സ്വയം നിയന്ത്രണത്തിൽ കൊണ്ടുവരണം. എല്ലാത്തിനും ഒരു അച്ചടക്കം വേണം. നിങ്ങൾക്ക് വേണമെങ്കിൽ ആശ്രമം നിർമ്മിച്ചുകൊള്ളൂ. അങ്ങനെ പുരോഗമനവാദികളുണ്ടല്ലോ, അവരാണ് നന്മ ആഗ്രഹിക്കുന്നവർ. അതായത് അതിലും ഇങ്ങനെയൊരു കാര്യമുണ്ട്, അതായത് സാഹിത്യത്തിലൂടെയുള്ള സാമൂഹിക മുന്നേറ്റം. അത് മനുഷ്യരെഴുതിയതാണ്, സമൂഹത്തിന് വേണ്ടി എഴുതിയതാണ്. ഈ മുനിവര്യന്മാർ നമ്മുടെ സമൂഹത്തിൽ നിന്ന് പോയവരാണ്. അവരുടെ സാഹിത്യമാണ് പഴഞ്ചൊല്ലുകൾ. മറ്റൊന്നും നമ്മൾ ആലോചിക്കണ്ട. ഇതൊരിക്കലും ഒരു സാധാരണ മനുഷ്യന്റെ മനസ്സിൽ ഉദിക്കുകയില്ല. ഇത് പഴഞ്ചൊല്ലുകളാണ്. ഇതുപോലുള്ള കാര്യങ്ങൾ മനുഷ്യരെഴുതിയതല്ല എന്ന് പറയാൻ കഴിയില്ല. അത് മനുഷ്യൻ എഴുതിയതാണ്, ഇന്നും എഴുതാൻ കഴിയും. അതിൽ യാതൊരു തർക്കവുമില്ല. നിങ്ങളും എഴുതാൻ ശ്രമിക്കാം, സാഹിത്യരൂപത്തിൽ എഴുതാം. അതായത് മനസ്സിൽ തോന്നുന്ന കാര്യങ്ങൾ എഴുതാം. പഴയ ധർമ്മ വഴിപാടുകളുണ്ടാകും, ധർമ്മശാസ്ത്രങ്ങളുണ്ടാകും, ചരിത്ര കഥകളുണ്ടാകും, പുരാണങ്ങളും ഉണ്ടാകും. ഇതെല്ലാം സാഹിത്യത്തിൽ വരും. അതെല്ലാമാണ് എഴുതേണ്ടത്. സമൂഹം ഇതൊക്കെയാണ് കൊണ്ടുപോയത്. മുനിവര്യന്മാർ, പിന്നെ ജ്ഞാനികൾ, ഇവരാണ് തത്വങ്ങൾ ഉണ്ടാക്കിയത്. വേദാന്തത്തിൽ ഇതെല്ലാം തന്നെ ഉണ്ടായിരുന്നു. പക്ഷേ ഇവിടെ ഇപ്പോൾ നേരെ വിപരീതമാണ്. ഇത് മനസ്സിലാക്കാനുള്ള കഴിവ് നമുക്കില്ല. ഈ സമൂഹമുണ്ടല്ലോ, അതൊരു രോഗം പിടിച്ച സമൂഹമാണ്. അതായത് ഇപ്പോഴുള്ള സമൂഹം. ആയിരക്കണക്കിന് രോഗികൾ, ലക്ഷക്കണക്കിന് രോഗികൾ. മറുഭാഗത്ത് മുനിവര്യന്മാർ. അവരെല്ലാം വൈദ്യന്മാരാണെന്ന് വെച്ചോളൂ. 20ഓളം വൈദ്യന്മാർ. ആയിരക്കണക്കിന് രോഗികൾ, 20 വൈദ്യന്മാർ. ഇവരെല്ലാം ചുമ്മാ രോഗികളായവരല്ല. ഇവരുടെ ശീലങ്ങളാണ് ഇവരെ രോഗികളാക്കിയത്. ഇവിടുത്തെ ജനങ്ങൾ അഴുക്ക് നിറഞ്ഞ ജീവിതമാണ് ജീവിച്ചത്. ആ രോഗത്തെ ഇവർ ശമിപ്പിച്ചിരുന്നില്ല. ഇവർ രോഗത്തോടൊപ്പം തന്നെ പുസ്തകം എഴുതാനും ആരംഭിച്ചു. അവരുടെ രോഗങ്ങൾ ആ പുസ്തകത്തിൽ നിന്ന് മനസ്സിലാവും. മുനിവര്യന്മാർ മറ്റൊരു ഭാഗത്ത് ശ്രമങ്ങൾ ആരംഭിച്ചു. ഈ രോഗങ്ങളിൽ നിന്ന് മുക്തി നേടാനായി. അതായത് ഈ പേരില്ലാത്ത രോഗമാണ് ജാതി. അതൊരു വലിയ വ്യാധിയാണ്. മുനിവര്യന്മാർ ഒരുപാട് കാര്യങ്ങൾ എഴുതി, അതായത് ജാതിക്കെതിരെ. എന്റെ അഭിപ്രായത്തിൽ ഈ ജാതിക്കെതിരെയുള്ള ചർച്ചകൾ കുറെ നാളായി നടക്കുന്നതാണ്, അല്ലേ? ജാതിക്കെതിരെയുള്ള ചർച്ചകൾ പണ്ടുകാലം തൊട്ടേ നടക്കുന്നതാണ്. ഞാൻ നിങ്ങളോട് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. ഒരു പൂർണ്ണമായ ഉപനിഷത്ത് നിങ്ങൾക്ക് തന്നിട്ടുണ്ട്, ജാതിയെക്കുറിച്ച് പറയുന്നതും എതിർക്കുന്നതുമെല്ലാം. വേദാന്തത്തിന്റെ മർമ്മം തന്നെ ജാതിയെ സ്വീകരിക്കാത്തതാണ്. മുനിവര്യന്മാർ അന്ന് കാലം തൊട്ട് സമൂഹത്തെ നേരെയാക്കാൻ ശ്രമിച്ചു. പക്ഷേ ഈ സമൂഹം അതിന് ഒരുക്കമായിരുന്നില്ല. അവര് പറയുന്നത് കേൾക്കാൻ തയ്യാറായിരുന്നില്ല. പക്ഷെ പുറമേ അവരെ ബഹുമാനിച്ചിരുന്നു, മുനിവര്യ മുനിവര്യ എന്നൊക്കെ പറഞ്ഞ്. പക്ഷെ ഇന്ന് അവരുടെ വാക്കാരും ചെവിക്കൊള്ളുന്നില്ല. മുനിവര്യന്മാർ പറയുന്നുണ്ട്, പക്ഷെ ഇവർ കേൾക്കുന്നില്ല. മുനിവര്യന്മാർ പറയുന്നുണ്ട്, ഇവർ കേൾക്കുന്നില്ല. അവർ കാവ്യങ്ങളിൽ വിശദമായിട്ട് എഴുതിയിട്ടുണ്ട്, ഹേ സാമൂഹിക ജീവികളെ, നിങ്ങളുടെ പാരമ്പര്യം, ജീവിത രീതി, ശീലങ്ങൾ എല്ലാം കള്ളമാണ് എന്ന്. നീ പറയുന്നതെല്ലാം പച്ചക്കള്ളമാണെന്ന്. മുനിവര്യന്മാർ ഇത് പറയാൻ ശ്രമിക്കുന്നു, പക്ഷേ ഇവർ അത് കേൾക്കാൻ ഒരുക്കമല്ല. പക്ഷെ ഇന്നത്തെ അവസ്ഥ ഇങ്ങനെയായിപ്പോയി. ഈ സമൂഹം എന്നത് രോഗികളും ഡോക്ടേഴ്സ് എന്നത് ഋഷിവര്യന്മാരും. അവരിവരെ നേർവഴിക്ക് കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ട്. ഇന്ന് നമ്മൾ പറയുന്നത് മുനിവര്യന്മാരും ഈ സമൂഹത്തിലുള്ളവരാണെന്നാണ്. ആ രോഗം പരത്തിയത് തന്നെ ഋഷിവര്യന്മാരാണെന്ന്. ഋഷിവര്യന്മാരുടെ പ്രിസ്ക്രിപ്ഷൻ എന്താണെന്ന് നോക്കാതെ തന്നെ പറയാം. അവർ എന്താണ് പറഞ്ഞതെന്നൊന്ന് നോക്കൂ. അവർ ജാതിയെക്കുറിച്ച് എപ്പോഴാണ് പറഞ്ഞത്? പക്ഷെ അവർ ജാതിയെ എപ്പോഴും എതിർത്തുകൊണ്ടിരുന്നു. നിങ്ങളുടെ ഏറ്റവും വലിയ മണ്ടത്തരമാണ് ജാതി എന്നാണ് അവർ പറഞ്ഞത്. മുനിവര്യന്മാർ എന്ത് ചെയ്യും? അവരുടെ കയ്യിൽ തോക്കോ ബോംബോ ഒന്നും ഇല്ലല്ലോ. അവർക്ക് ബലം പ്രയോഗിക്കാനാവില്ല, പറഞ്ഞു മനസ്സിലാക്കാനേ സാധിക്കൂ. പക്ഷെ അവർ പറയുന്നത് ആരും ചെവിക്കൊള്ളുന്നില്ല. എന്ത് ചെയ്യും പാവങ്ങൾ? പക്ഷെ ഇന്നത്തെ കാര്യം എന്താന്ന് വെച്ചാൽ, ജാതി വ്യവസ്ഥയ്ക്ക് കാരണം ഋഷിവര്യന്മാരാണത്രേ. ഋഷിവര്യന്മാർ ബഹുമാനിക്കപ്പെടേണ്ടവരാണ്. അവരാണിത് കൊണ്ടുവന്നതെന്ന്. ഇങ്ങനെയാണ് ഇപ്പോൾ പറയുന്നത്. വളരെ മോശം വിദ്യാർത്ഥികളെ പോലെയാണത് നമ്മുടെ ഈ മൊത്തം സമൂഹം. ടീച്ചർ അവരോട് പറഞ്ഞ് മനസ്സിലാക്കാൻ വന്നതാണ്. ടീച്ചർ നല്ല പുസ്തകങ്ങൾ കൊടുത്തു, അതും അവരെഴുതിയ പുസ്തകങ്ങൾ കൊടുത്തു. നല്ല പുസ്തകങ്ങൾ, അത് പഠിച്ചാൽ നിങ്ങൾ പാസ്സാവും. പക്ഷെ സ്റ്റുഡൻസിന് കോമിക്സ് പുസ്തകങ്ങളാണ് ഇഷ്ടം. അവർക്ക് എന്റർടൈൻമെന്റ് പുസ്തകങ്ങളാണ് ഇഷ്ടം. പറക്കുന്ന കുതിരയെക്കുറിച്ചുള്ള കോമിക്സ് ബുക്സാണ് അവരുടെ എല്ലാം കൈകളിൽ. നിങ്ങളുടെ പുസ്തകം നിങ്ങൾ വേറെ ആരെങ്കിലും പോയി പഠിപ്പിക്കാൻ പറഞ്ഞു. പക്ഷെ ടീച്ചേഴ്സ് പറഞ്ഞു, ഇതെല്ലാം നിങ്ങൾ പഠിക്കണം, ഇത് ഉപനിഷത്തുക്കളാണ്, ഇത് നല്ലതാണെന്ന്.
പക്ഷേ അവിടെയുള്ള സ്റ്റുഡൻസിനിടയിൽ ആശയക്കുഴപ്പമാണ് ഉണ്ടായിരുന്നത്. അവരെല്ലാവരും അവരുടെ ഈ നേരമ്പോക്ക് പുസ്തകങ്ങൾ വായിച്ചുകൊണ്ടിരുന്നു. ടീച്ചർ കൊടുത്ത പുസ്തകം ആരും തന്നെ വായിച്ചില്ല. ദിവസങ്ങൾ കടന്നുപോയി, മാസങ്ങൾ പോയി, വർഷങ്ങൾ പോയി, സ്റ്റുഡൻസ് എല്ലാം ഫെയിലായി. ഇവർ ഫെയിലായതിന്റെ പേരിൽ ടീച്ചറെ ഇവർ വഴക്ക് പറഞ്ഞു. ടീച്ചറോട് ചോദിച്ചു, നിങ്ങൾ എന്തുകൊണ്ടാണ് ഞങ്ങളെ പാസ്സാക്കാത്തതെന്ന്. അവരെന്തിനു പാസ്സാക്കണം? അവർ കൊടുത്ത പുസ്തകം നിങ്ങൾ വായിച്ചില്ലല്ലോ, പഠിച്ചില്ലല്ലോ. ഇന്ത്യയിൽ എത്ര പേർ ഭഗവത്ഗീത മുഴുവൻ വായിച്ചിട്ടുണ്ട് പറയൂ? എത്ര പേർ വായിച്ചിട്ടുണ്ട്? റിപുഗീത എത്ര പേർ വായിച്ചിട്ടുണ്ട്? അവധൂത് ഗീത എത്ര പേർ വായിച്ചിട്ടുണ്ട്? ടീച്ചർ കൊടുത്ത പുസ്തകം ആരും പഠിച്ചില്ല. എല്ലാവരും അവരവരുടെ ഇഷ്ടത്തിന് വായിച്ചു. നിങ്ങളുടെ ഇഷ്ടത്തിന് പഠിച്ചപ്പോൾ നിങ്ങൾ ഫെയിലായി. ഫെയിലായതിന് ടീച്ചറെ കുറ്റം പറയുന്നു. ടീച്ചർ തന്ന പുസ്തകം നിങ്ങൾ കത്തിച്ചു കളയുന്നു. ഉപനിഷത്ത് നിങ്ങൾ കത്തിച്ചു കളയുന്നു. ഇതുകൊണ്ടാണ് ഫെയിലായതെന്ന് പറയുന്നു. അത് വായിച്ചാൽ നിങ്ങൾ നശിച്ചു പോകുമോ? നിങ്ങൾ എവിടെ വായിച്ചു? അവരവരുടെ പുസ്തകമല്ല കത്തിച്ചത്, ടീച്ചർ കൊടുത്ത പുസ്തകമാണ് കത്തിച്ചത്. ടീച്ചർ കൊടുത്തത് നല്ല പുസ്തകമല്ല എന്ന്. പക്ഷെ ടീച്ചർ കൊടുത്ത പുസ്തകം നിങ്ങൾ എപ്പോഴാണ് വായിച്ചത്? ടീച്ചർ പറഞ്ഞത് നിങ്ങൾ എപ്പോഴെങ്കിലും അനുസരിച്ചിട്ടുണ്ടോ? പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? മോശമായത് മാറ്റിവെക്കണം, നല്ലതൊരിക്കലും ഉപേക്ഷിക്കരുത്. മോശം കാര്യങ്ങൾ ഉപേക്ഷിക്കൂ. ബാബാ സാഹിബ് പറഞ്ഞ സത്യമാണ്. ഇവിടെ ധർമ്മമെന്ന പേരിൽ 99% മോശം കാര്യങ്ങളാണുള്ളത്. ഇതെല്ലാം നിങ്ങൾ ഉപേക്ഷിക്കൂ. കുപ്പയിൽ ഒരു മാണിക്യമുണ്ടെങ്കിൽ ആ മാണിക്യത്തെ നിങ്ങൾ ഉപേക്ഷിക്കുമോ? പറയൂ. കുപ്പയെ നിങ്ങൾ ഉപേക്ഷിക്കൂ, പക്ഷേ മാണിക്യം നിങ്ങൾ വിടരുത്. മാണിക്യം കയ്യിലുണ്ടാവണം. അങ്ങനെയൊന്നുണ്ട്, അതില്ലെന്നാരും പറയരുത്. വേദമെന്ന ധർമ്മമുണ്ടല്ലോ, അതിൽ ഒരിക്കലും ജാതിയില്ല. അതിന്റെ കേന്ദ്രം വേദാന്തമാണ്. ആരെങ്കിലും വേദവും ധർമ്മവും എന്തിനെ അടിസ്ഥാനമാക്കിയെന്ന് ചോദിച്ചാൽ ഒരിക്കലും ജാതിയുടെ അടിസ്ഥാനത്തിലാണെന്ന് പറയരുത്. അതായത് യഥാർത്ഥത്തിൽ വേദാന്തം ഒരു ഫിലോസഫിയാണ്. അതിനേക്കാൾ ഉന്നതമായത് മറ്റൊന്നുമില്ല. ഇത് ഞാൻ പറയുന്നതല്ല, തത്വജ്ഞാനികളോട് ചോദിക്കൂ, അവരും ഇത് തന്നെ പറയൂ. ദി ഫിലോസഫി ഓഫ് സെൽസ്, അതിലെല്ലാം അടങ്ങിയിട്ടുണ്ട്. അതെങ്ങനെ നിങ്ങൾ ഉപേക്ഷിക്കും? പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? എന്തും ചിന്തിച്ച് വേണം ചെയ്യാൻ. എവിടെയാണോ മോശം കാര്യങ്ങളുള്ളത് അത് നിങ്ങൾ അവഗണിക്കൂ. അതിനെ ഉടനെ ഉപേക്ഷിക്കൂ. ജീവിതം വളരെ ചെറുതാണ്. നല്ല ജീവിതം നയിക്കാൻ ശ്രമിക്കൂ. ചീത്ത ഉപേക്ഷിക്കൂ. മാണിക്യത്തിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കൂ. രണ്ടും ഉപയോഗപ്രദമാണ്. പറയുന്നത് മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലേ? വലിയ കാര്യങ്ങളില്ലെങ്കിലും ഇത് ഒരു സംഭവമായി മാറും. ട്രാജഡി എന്താണെന്നറിയാമോ? നമ്മുടെ ദളിത് സഹോദരന്മാർക്ക് ആദ്യമുണ്ടായിരുന്ന രീതികൾ വെച്ച് അവരെ പഠിക്കാൻ സമ്മതിച്ചില്ല, പഠിക്കാൻ അനുവദിച്ചില്ല. ഇന്ന് പഠിക്കാനുള്ള എല്ലാ സൗകര്യങ്ങളും അവർക്കുണ്ട്, പക്ഷേ പഠിക്കുന്നില്ല. കാരണം രണ്ട് വിധത്തിലും അവർ ബാധിക്കപ്പെട്ടവരാണ്. പണ്ട് പഠിക്കാൻ അനുവദിച്ചില്ല, ഇപ്പൊ പഠിക്കാൻ അവർക്ക് താല്പര്യമില്ല. പഠിക്കുന്നതിൽ എന്താ ഒരു കുഴപ്പം? മടിക്കാതെ പഠിക്കാൻ ശ്രമിക്കൂ. പഠിക്കണം. ബാബാ സാഹിബിനെ കുറിച്ച് തെറ്റായി പറയാൻ ഇതിൽ യാതൊന്നുമില്ല. അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിലേക്ക് പോവാം. ഇന്ത്യ എങ്ങനെയായിരുന്നു? അന്ന് ഹിന്ദുക്കൾ തന്റെ സഹോദരന്മാരോട് എങ്ങനെയാണ് പെരുമാറിയിരുന്നത്? അന്നത്തെ ആ കാലഘട്ടത്തെക്കുറിച്ച് ചിന്തിച്ചു നോക്കൂ. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഒരു സാമൂഹിക മുന്നേറ്റം ആഗ്രഹിക്കുന്ന ഒരാളുടെ കോപം എന്താണെന്ന് മനസ്സിലാവൂ. മരിക്കുന്നതിന് 3 മാസം മുമ്പ് വരെ അദ്ദേഹം ശ്രമിച്ചുകൊണ്ടിരുന്നു. മാറും, ഈ സമൂഹത്തിനൊരു മാറ്റം ഉണ്ടാവുമെന്ന് അദ്ദേഹം പ്രതീക്ഷിച്ചു. പക്ഷേ മാറാൻ തയ്യാറല്ലായിരുന്നു. പക്ഷെ അവസാനം അദ്ദേഹം എന്താ ചെയ്തെന്ന് വെച്ചാൽ, വരൂ, നിങ്ങൾക്ക് അതായത് ദളിത് സഹോദരന്മാരുണ്ടായിരുന്നല്ലോ, നിങ്ങളെ ഈ അവസ്ഥയിൽ ഞാൻ ഇവിടെ വിട്ടിട്ട് പോയാൽ നിങ്ങളുടെ ഈ ജാതി വ്യവസ്ഥയുണ്ടല്ലോ, അത് നിങ്ങളെ തുടർന്ന് ചുരണ്ടിക്കൊണ്ടേയിരിക്കും. അത് വിട്ടേക്കൂ. ജാതി വ്യവസ്ഥ വേണ്ടെന്ന് വയ്ക്കൂ. ജാതി സംഘടന ഏത് വേദാന്തത്തിലാണ് പറഞ്ഞിട്ടുള്ളത്? ഈ ജാതി വ്യവസ്ഥ ഒരിക്കലും നിങ്ങൾക്ക് നന്മയുണ്ടാക്കുകയില്ല. അത് നിയമപരമായതല്ല.
നീ ഉടലില്ലാത്തവനല്ലെന്ന് നിയമം തന്നെ പറയുമ്പോൾ നിന്റെ വയസ്സെത്രയാണ്? വയസ്സില്ലാതെ ആശ്രമം നടത്താൻ പറ്റില്ലല്ലോ. നിനക്ക് ശരീരമില്ലെങ്കിൽ നിന്റെ സംഘടന ഏതാണ്? അങ്ങനെയാണെങ്കിൽ സംഘടന വേണ്ടല്ലോ, എല്ലാം അവസാനിച്ചല്ലോ. അതല്ലേ ശരി? നിയമം നിന്റെ വികാരങ്ങളെ മാനിക്കുന്നു. അതിന്റെ ലക്ഷ്യം എല്ലാവരുടെയും നന്മ മാത്രമാണ്. മുക്തി, അതായത് അവസാനം. ഇവിടെ നിയമവും ബൗദ്ധതത്വവും ഒന്നാവുന്നു. അതായത് മുക്തി നേടൂ, മുക്തി നേടൂ. ഒന്നും വേണ്ട, എല്ലാം അവസാനിപ്പിക്കൂ. അതായത് ജാതി വ്യവസ്ഥ അവസാനിപ്പിക്കാൻ വേദാന്തത്തിന് മാത്രമേ കഴിയൂ, മറ്റൊന്നിനും കഴിയില്ല. നമ്മുടെ ധർമ്മം വേദധർമ്മമാണല്ലോ. വേദാന്തമാണ് നമ്മുടെ തത്വം. അദ്ദേഹം സത്യത്തിൽ വേദവാദിയായാൽ ജാതിവാദത്തെ ഒരിക്കലും അംഗീകരിക്കില്ല. ജാതിയെക്കുറിച്ച് പറഞ്ഞാൽ ചിരിക്കും. എന്ത് മണ്ടത്തരമാണ് ഈ ജാതി! നമ്മൾ എന്താണ് പാടുന്നത്? ജാതി നമ്മുടെ ആത്മാവാണ്. പിന്നെ നമ്മുടെ ഗോത്രം ബ്രം. പിന്നെ സത്യം നമ്മുടെ പിതാവ്. പിന്നെ മുക്തി നമ്മുടെ ധർമ്മം. ജാതി നമ്മുടെ ആത്മാവ്, ഗോത്രം നമ്മുടെ ബ്രം, സത്യം നമ്മുടെ പിതാവ്, പിന്നെ മുക്തി നമ്മുടെ ധർമ്മം. ഇതാണ് വേദാന്തം. പക്ഷെ നമ്മുടെ സമൂഹം വേദാന്തത്തെ അംഗീകരിക്കാൻ തയ്യാറല്ല. ഇന്നും ഹിന്ദുജനങ്ങൾ എന്തൊക്കെയാണ് ധർമ്മമെന്ന പേരിൽ മനസ്സിൽ കരുതിയിരിക്കുന്നതെന്നറിയില്ല. അതിന്റെ ഫലം എന്തായിരിക്കും? അതായത് ആരെല്ലാം നല്ല രീതിയിൽ ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്നോ അവർ ഹിന്ദുധർമ്മത്തെ ഉപേക്ഷിക്കേണ്ടി വരുമല്ലോ. ബാബാ സാഹിബ് ഉപേക്ഷിച്ചു. ഇനിയും എത്ര പേര് ഉപേക്ഷിക്കും? ആരെയും നിങ്ങൾക്ക് കുറ്റപ്പെടുത്താൻ കഴിയില്ല. കാരണം മനുഷ്യന്റെ അച്ചടക്കവും സ്വാതന്ത്ര്യവും വലിയൊരു കാര്യമാണ്. എങ്ങനെ ഇതുപോലുള്ള ആളുകളുടെ ഇടയിൽ താമസിക്കാൻ പറ്റും? അവരെ ഇവർ തങ്ങൾക്ക് തുല്യരായി കാണുന്നില്ലല്ലോ. അവർ താഴേക്കിടയിലുള്ളവരാണെന്ന് കരുതിയാൽ എങ്ങനെ ജീവിക്കാൻ കഴിയും? ഇതുമാത്രമല്ല, ജാതിയുടെ അടിസ്ഥാനത്തിലും ഉപേക്ഷിക്കും, ബുദ്ധിയുടെ അടിസ്ഥാനത്തിലും ഉപേക്ഷിക്കും. ആർക്കൊക്കെ ചിന്തിക്കാനുള്ള കഴിവും നല്ല ബുദ്ധിയും നല്ല മനസ്സുമുള്ളവരാണെങ്കിൽ അവർ പറയും ഇതുപോലുള്ള ധർമ്മത്തിൽ ജീവിക്കാൻ കഴിയില്ലെന്ന്. ഇങ്ങനൊരു അന്ധവിശ്വാസത്തിൽ അവർക്ക് ജീവിക്കാൻ കഴിയില്ലെന്ന്. ആദർശങ്ങളിൽ ഏറ്റവും വലിയ ആദർശം ഈ ജാതി വ്യവസ്ഥയാണ്. അവർ പറയുന്നു ഞങ്ങൾക്ക് വേണ്ടെന്ന്. സനാതനധർമ്മത്തെ നമുക്ക് രക്ഷിക്കണമെങ്കിൽ അതിന്റെ മധ്യത്തിലേക്ക് വേദാന്തത്തെ വീണ്ടും കൊണ്ടുവരണം. വേറൊരു വഴിയുമില്ല. നമ്മൾ മുനിവര്യന്മാർക്ക് ബഹുമാനം കൊടുക്കാറില്ല, പക്ഷെ ഇനി കൊടുത്തേ പറ്റൂ. പിന്നെ നമ്മൾ കുഴപ്പങ്ങൾ നിറഞ്ഞ പുസ്തകങ്ങൾ, ലേഖനങ്ങൾ അല്ലെങ്കിൽ വേദങ്ങൾ ഇതിനെക്കുറിച്ച് പറയുന്നത് നിർത്തിയേ പറ്റൂ. ധർമ്മം ശരിക്കും എന്തിനാണ്? മുക്തിക്ക് വേണ്ടി. ധർമ്മത്തിന്റെ ലക്ഷ്യം എന്താണ്? മുക്തി. എന്തിൽ നിന്ന് മുക്തി? അഹങ്കാരത്തിൽ നിന്ന്. അതുപോലുള്ള പുസ്തകങ്ങളാണ് ശാസ്ത്രമെന്ന് പറയാൻ യോഗ്യമായിട്ടുള്ളത്. അഹങ്കാരത്തിന്റെ മുക്തിയെക്കുറിച്ച് പറയുന്ന പുസ്തകങ്ങൾ. ഇത് അതെന്നൊക്കെ പറഞ്ഞ് 50-ൽ കൂടുതൽ കഥകൾ പറയുന്ന പുസ്തകമുണ്ടല്ലോ, അതിനെ ശാസ്ത്രമായി അംഗീകരിക്കാൻ കഴിയില്ല. ധർമ്മം എന്നത് നമ്മുടെ എന്റർടൈൻമെന്റിന് വേണ്ടിയിട്ടുള്ളതല്ല. ധർമ്മം യഥാർത്ഥത്തിൽ മുക്തിക്ക് വേണ്ടിയാണ്. ഏതു പുസ്തകം മുക്തി ലഭിക്കുന്നതിന് സ്വീകാര്യമോ അത് നമ്മൾ അംഗീകരിക്കാം. മറ്റുള്ളവയെല്ലാം അത് പഴയ മ്യൂസിയത്തിൽ അതിന്റെ സ്ഥാനം പിടിക്കട്ടെ. ഹിന്ദുധർമ്മത്തെ രക്ഷിക്കണമെന്നുണ്ടോ? അതിനിതാണ് വഴി. അതിനെ രക്ഷിക്കാൻ കഴിയൂ. മാതാദർശനം എന്ന പേരിൽ ഇങ്ങനെ ചില കാര്യങ്ങളുണ്ട്. അതായത് മനുഷ്യ സ്നേഹം എന്നത് പവിഴവും മുത്തും പോലെയാണ്. അതിനെ സംരക്ഷിക്കണം. വൈരത്തിന് മുകളിൽ, അതായത് അതിന് മീതെ 10, 20, 50 ടൺ ചപ്പുചവറുകൾ കൊട്ടിയാൽ എന്താണ് സംഭവിക്കുക? ആ ചവറുകളോടൊപ്പം തന്നെ വൈരവും വലിച്ചെറിയപ്പെടും. വീർ സാർ പാടാറുണ്ടല്ലോ, വൈരം പോയത് കുപ്പയോടൊപ്പം. അദ്ദേഹം സനാതനധർമ്മത്തെക്കുറിച്ചാണ് പറഞ്ഞത്. വൈരം വലിച്ചെറിയപ്പെട്ടത് കുപ്പയോടൊപ്പം. നമ്മൾ കുപ്പയെ പൂജിക്കുന്നു, വൈരത്തെ നമ്മൾ തിരിച്ചറിയുന്നില്ല.
വൈരത്തെക്കുറിച്ച് പറഞ്ഞാൽ കുപ്പകൾ ഇപ്പോൾ ഒരുപാടുണ്ടല്ലോ, അവർക്ക് ദേഷ്യം വരുന്നു. വൈരത്തിന് രാപ്പകൽ ഭീഷണി ഉണ്ടാവുന്നു. ഞങ്ങളുടെ കുപ്പ എന്തിനാ വലിച്ചെറിയുന്നത്? നിന്റെ കുപ്പകളെ മാറ്റുന്നത് നിനക്ക് മനസ്സിലാവുന്നുണ്ടെങ്കിൽ നിന്റെ അരികിലേക്ക് വൈരത്തെ കൊണ്ടുവരുന്നുണ്ടല്ലോ, അത് മനസ്സിലാവുന്നില്ലേ? ആ വൈരത്തെക്കുറിച്ച് നിനക്ക് യാതൊരു താല്പര്യവുമില്ലേ? ഈ കുപ്പകളെല്ലാം അകറ്റുന്നതുവരെ, ഞാൻ വീണ്ടും പറയാം, ദളിതരായ ജനങ്ങൾക്ക് മാത്രമല്ല ഇങ്ങനെ സംഭവിക്കുന്നത്. ബാബാ സാഹബ് ഉണ്ടാക്കിയ ആ ബന്ധം ഒരു പ്രത്യേക സമൂഹത്തെ വെച്ച് മാത്രം നിങ്ങൾ കാണരുത്. ഇന്ത്യയിൽ 50% സ്ത്രീകളാണ്. വിമൻസ് ഇമാൻസിപ്പേഷൻ ഭാഗങ്ങളിൽ അതിൽ അവരുടെ പേര് മുൻപിലുണ്ടാവണമായിരുന്നു. കാരണം ചുരണ്ടൽ സംഭവിക്കുമ്പോൾ അതെല്ലാവർക്കും സംഭവിക്കുന്നു. സ്വയം ചുരണ്ടുന്ന ഒരു മനുഷ്യൻ ഒന്നിനെയും വെറുതെ വിടില്ല. പ്രകൃതി, കുട്ടി, കുടുംബം, സാഹചര്യം, കാറ്റ്, ഒന്നിനെയും അവൻ വെറുതെ വിടുകയില്ല. അവന് അവന്റെ സ്വാർത്ഥതയാണ് ഏറ്റവും വലുത്. ആ സമയത്ത് ഏതെങ്കിലും ഒരാൾ ചുരണ്ടലിനെതിരെ പ്രതികരിക്കുകയാണെങ്കിൽ ഒരാളെ മാത്രമല്ല എല്ലാവരെയും രക്ഷിക്കാൻ കഴിയും. പക്ഷേ ബാബാ സാഹേബ് ദളിതരെ മാത്രം രക്ഷിച്ചു എന്ന് പറഞ്ഞാൽ അത് തെറ്റാവും. അദ്ദേഹം മുഴുവൻ ഭാരതത്തെയുമാണ് രക്ഷിച്ചത്. ചുരണ്ടുന്നവൻ എല്ലാവരെയും ചുരണ്ടിക്കൊണ്ടിരിക്കും, പക്ഷെ അതേസമയം രക്ഷിക്കുന്നവൻ എല്ലാവരെയും രക്ഷിച്ചുകൊണ്ടിരിക്കും. പക്ഷെ ഇനിയും നിങ്ങൾ എത്ര നാളെന്ന് വെച്ചാ കാത്തിരിക്കുക? ആരെങ്കിലും വരും രക്ഷിക്കുമെന്ന് പറഞ്ഞ്? നിങ്ങൾ ഇനിയും എത്ര കാലം കുപ്പ ഭക്ഷിച്ചുകൊണ്ടിരിക്കും? എത്ര കാലം നിങ്ങൾ മറ്റുള്ളവർ കാണിക്കുന്ന വെളിച്ചത്തിലൂടെ വഴി നടക്കും? അത്ഭുതകരമായ പ്രകാശം നൽകുന്നതാണ് ആ വേദാന്തം. അതാണ് നിങ്ങളുടെ ജീവിതത്തിന്റെ കേന്ദ്രവും സന്തോഷവും സമാധാനവും എല്ലാം. വളരെ ലളിതമായതുമാണ്. ഉപനിഷത്ത് വളരെ ചുരുക്കമായതാണ്. പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? നിങ്ങൾ ചോദിച്ച ഈ ചോദ്യം, നിങ്ങൾ പറഞ്ഞ ഈ ദളിതനായ നിങ്ങളുടെ സ്നേഹിതൻ ഇപ്പൊ വേദാന്തം പഠിക്കുന്നില്ല. ശരി, ഇനി പറയൂ, ദളിതരായ ജനങ്ങൾ ഇപ്പൊ എന്തുമാത്രം പഠിക്കുന്നുണ്ട്? അവരേതുവരെ പഠിക്കുന്നുണ്ട്? വൈരത്തെക്കുറിച്ച് ആർക്കും ചിന്തയില്ലല്ലോ. ആര് പഠിക്കുന്നു? ധർമ്മം എന്താണ്? നമ്മൾ കാണുന്ന സ്വാർത്ഥതയുടെ ഒരു സ്ഥാനം. വിജയിക്കുന്നതിനാണ് നമ്മൾ ധർമ്മത്തെ നോക്കി പോകുന്നത്. സ്വാർത്ഥതയോടെയാണ് പോകുന്നത്. സാർ, അതെന്താണെന്ന് വെച്ചാൽ ഇക്കാലത്തിൽ ഞാനും അത് കുറെ കണ്ടിട്ടുണ്ട്. ഒരുപാട് ആളുകളുടെ മനസ്സിൽ, അതായത് ഈ ദളിത് ആൾക്കാരുടെ മനസ്സിലൊന്നും വേദങ്ങൾ ഉണ്ടാകാൻ പാടില്ല എന്ന്. ഇവിടെയും ഐത്താചാരങ്ങൾ നിലനിൽക്കുന്നുണ്ടെന്ന് ചിന്തിക്കുന്നു. അതുപോലെ തന്നെ മറ്റൊരു രീതിയിൽ ചിന്തിക്കുന്ന ആൾക്കാരും ഇവിടെ തന്നെയുണ്ട്. ജാതിവാദത്തെ റിവൈവ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവരുമുണ്ട്. അതിനവർ പ്രത്യേകം പേരുകൾ നൽകണമെന്ന് ആഗ്രഹിക്കുന്നു. ഓർ അതർ ചില ആൾക്കാർ ഇങ്ങനെയും പറയുന്നുണ്ട്, ആദ്യമുണ്ടായിരുന്ന ആചാരങ്ങളിൽ ചില ലോജിക്കുണ്ട് എന്ന്. ഇതുപോലുള്ളവ. എന്ത് ലോജിക്കാണ്? അവരുടെ ഭാഗത്തു നിന്ന് അവർ പറയുന്നു, ദാ നോക്കൂ, എല്ലാവരും ജോലി ചെയ്യാനുള്ള ഒരു അക്യുപ്മെന്റ് ഉണ്ടല്ലോ. എല്ലാവരും ജോലി ചെയ്യാനുള്ള ഒരു അക്യുപ്മെന്റ് നമുക്കുണ്ട്. അങ്ങനെയാണ് ജനങ്ങളും ജോലി ചെയ്യുന്നത്. അതെ, ജനങ്ങൾക്ക് ജോലി ചെയ്യാനുള്ള അക്യൂർമെന്റ് ഉണ്ട്. അവരുടെ അക്യൂർമെന്റ് അനുസരിച്ച് ജോലി കൊടുക്കൂ. എന്റെ അക്യൂർമെന്റ് എത്രയുണ്ടാവും? എന്റെ അച്ഛനെ വെച്ച് നോക്കുകയാണെങ്കിൽ എത്രയുണ്ടാവും? എന്റെ ഉള്ളിലുള്ള അക്യൂർമെന്റ് എന്റെ മകനോ അല്ലെങ്കിൽ എന്റെ മകൾക്കോ എങ്ങനെ ലഭിക്കും? ഇതൊരു ജാതിവെറിയാണ്, അതിൽ തർക്കമില്ല. ഇതുപോലെ പ്രസംഗിക്കുന്നവർ പഠിക്കാത്ത വിഡ്ഢികളാണോ? അവർക്കിതറിയില്ലേ? മനുഷ്യർക്കിടയിൽ DNA-യിൽ ഇത്രയെങ്കിലും വ്യത്യാസമുണ്ടാവില്ലേ? ജാതി വ്യത്യാസമുണ്ടെങ്കിൽ പിന്നെ രക്തദാനം ചെയ്യുമ്പോൾ ഞാൻ പലപ്പോഴും ചോദിക്കാറുണ്ട്, എന്തുകൊണ്ടാണ് ജാതി നോക്കി രക്തം എടുക്കാത്തതെന്ന്. ഡെങ്കു വന്നാൽ അലറി വിളിച്ച് ഓടുകയല്ലേ, പ്ലേറ്റ്ലെറ്റ് തരൂ, പ്ലേറ്റ്ലെറ്റ് തരൂ എന്നും പറഞ്ഞ്. അവിടെയും ജാതി നോക്കി പ്ലേറ്റ്ലെറ്റ് ചോദിച്ചുകൂടെ? എവിടെ സ്പീഷ്യസിൽ വ്യത്യാസമുണ്ടോ അല്പമെങ്കിലും, ഒരാളുടെ രക്തം മറ്റൊരാൾക്ക് കൊടുക്കാൻ കഴിയില്ല. ഒരാൾക്കും മറ്റൊരാൾക്കും തമ്മിൽ വ്യത്യാസമുണ്ടെങ്കിൽ ഒരാളുടെ രക്തം മറ്റൊരാൾക്ക് കൊടുക്കാൻ കഴിയില്ല. ഒരു മനുഷ്യൻ, അയാളുടെ ഹൃദയം, പിന്നെ കിഡ്നി, പിന്നെ ഉള്ളിലുള്ള ഓർഗൻസ്, കണ്ണുകൾ, ഇതൊന്നും മറ്റൊരാളിലേക്ക് മാറ്റിവെക്കാൻ പറ്റില്ല.
എന്തൊക്കെയാണെങ്കിലും ഒരു കാര്യമുണ്ടല്ലോ, എന്റെയും നിന്റെയും രക്തം വെവ്വേറെയാണ്. വേണമെങ്കിൽ പോയി ഡോക്ടറോട് ചോദിക്കൂ രക്തത്തിൽ എന്തെങ്കിലും വ്യത്യാസങ്ങൾ ഉണ്ടോ എന്ന്. വ്യത്യാസമില്ല. എങ്ങനെയുള്ള ശ്രമങ്ങളാണ് നടത്തുന്നത്? ഞാനും കണ്ടിട്ടുണ്ട് ഇതുപോലുള്ള കാസ്റ്റുകളിൽ റിവേഴ്സ് ചെയ്യാൻ, അതായത് മറച്ചുവെച്ച്, പക്ഷെ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ശ്രമങ്ങളാണ് നടക്കുന്നത് 2-3 തലമുറകളായി. എങ്ങനെ ചെയ്യും? എന്തടിസ്ഥാനത്തിൽ അത് ചെയ്യും? എന്തു പറഞ്ഞു ചെയ്യും? ഇപ്പോൾ അങ്ങ് അതിനെക്കുറിച്ച് പറഞ്ഞു തന്ന ശാസ്ത്രം എനിക്ക് മനസ്സിലായി. പക്ഷേ സാധാരണ മനുഷ്യർ, വാട്സാപ്പ് യൂണിവേഴ്സിറ്റിയിലുള്ളവർ, അവർക്ക് ശാസ്ത്രങ്ങളും അറിയില്ല, വേദങ്ങളും അറിയില്ല. അവർക്ക് എന്താണ് നടക്കുന്നത്, ആ മെസ്സേജ് ലഭിക്കുന്നു, അത് കാണുമ്പോൾ അവർ ഒരു സ്വയം തീരുമാനമെടുക്കുന്നു. നമ്മുടെ മുനിശ്രേഷ്ഠന്മാർക്ക് ഇതൊന്നും അറിയില്ലെന്നും പറയുന്നു. ഞാൻ പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലാക്കാൻ കുറച്ച് ചിന്തിക്കണം. നിങ്ങൾ രക്തം സ്വീകരിച്ചിട്ടുണ്ടാവാം, ഇല്ലാതിരിക്കാം, വേറെ ആരെങ്കിലും സ്വീകരിച്ചിരിക്കാം. അത് ജാതി നോക്കിയാണോ സ്വീകരിക്കുന്നത്? രക്തത്തിലുള്ള വ്യത്യാസങ്ങൾ എന്തൊക്കെയാണോ പറയൂ. ഇനി മറ്റൊരു കാര്യം കൂടി പറയാം. എല്ലാവരും തന്ത്രശാലികളാണ്. ഇന്നത്തെ സമൂഹത്തിൽ എവിടെയൊക്കെ ഇതുപോലുള്ള കാര്യങ്ങൾ നടക്കുന്നുണ്ടോ അവിടെ ആരെങ്കിലും ജാതിയെക്കുറിച്ച് പറയുമോ? നിങ്ങളൊരു റെസ്റ്റോറൻറ്റിലേക്ക് ചെല്ലുമ്പോൾ അവിടെ വെയിറ്റർ നിങ്ങൾക്ക് ആഹാരം തരുന്നില്ല, അവനോട് നിങ്ങൾ ജാതി ചോദിക്കുമോ? ആ, മസാല നല്ല ടേസ്റ്റ് ഉണ്ട്, ഇവനിത് കൊടുക്കൂ, ഇവർക്കിത് കൊടുക്കൂ എന്നൊക്കെ പറഞ്ഞ് അവനോട് സംസാരിക്കും. ബേബി ഡു യു ലൈക്ക് ദ മ്യൂസിക്? അവിടെ ചോദിച്ചൂടെ ബേബി ഡു യു ലൈക്ക് ദ ജാതി? അവിടെ നിങ്ങൾ എന്ത് പറയും? ആംബിയൻസ് നന്നായിട്ടുണ്ട്, ആഹാരം നന്നായിട്ടുണ്ട്, ഇതെല്ലാം അടിപൊളിയായിട്ടുണ്ട്. പോയി ചോദിച്ചൂടെ ഷെഫിന്റെ ജാതി എന്താണെന്ന്? ചെന്ന് ചോദിക്കേ. എവിടെയൊക്കെ നിങ്ങൾ സ്ഥിരമായി ചെയ്യുന്ന കാര്യങ്ങളുണ്ടോ അവിടെയൊന്നും ഒരിക്കലും ജാതി ചോദിക്കാറില്ല. ഡോക്ടറോട് നിങ്ങൾ ജാതി എന്താണെന്ന് ചോദിക്കുമോ? ചോദിക്കുമോ? ഹാഹാന്നും പറഞ്ഞ് അങ്ങോട്ട് ചെല്ലും. പിന്നെ മരിക്കുന്ന സമയത്ത് നിങ്ങൾ ജാതി ചോദിക്കുമോ? എന്നിട്ട് നിങ്ങൾ മയങ്ങി വീഴുവോ? ഇപ്പോൾ ആരെങ്കിലും വന്ന് നിങ്ങളുടെ വണ്ടിയിൽ ഇടിച്ചാൽ ആളുകൾ നിങ്ങളെ പൊക്കിയെടുത്തുകൊണ്ട് പോയി എമർജൻസിയിൽ എത്തിച്ചാൽ അവിടെയുള്ള ഡോക്ടർ ഏത് ജാതിയാണെന്ന് ചോദിക്കുമോ? നിങ്ങളുടെ ജീവൻ രക്ഷിക്കുന്ന അദ്ദേഹമാണല്ലോ. ഇപ്പൊ ജാതി ചോദിക്കുന്നതൊക്കെ വളരെ കുറഞ്ഞു. ഫ്ലൈറ്റിലും ട്രെയിനിലും നിങ്ങളുടെ അടുത്തിരിക്കുന്നവരോടൊക്കെ നിങ്ങൾ ജാതി ചോദിക്കുമോ? എയർ ഹോസ്റ്റസിനോട് ഇതുവരെ ആരെങ്കിലും ജാതി ചോദിച്ചിട്ടുണ്ടോ? പറയൂ, ചോദിച്ചിട്ടുണ്ടോ? പിന്നെ നമ്മൾ ഇങ്ങനെയും ചെയ്യാറില്ല. ജാതി എന്താന്ന് ചോദിച്ചു അല്ലെങ്കിൽ ടച്ച് ചെയ്യാതെ അകന്നിരിക്കുവോ? ഒരു സ്ഥലത്തുണ്ട്, അവിടെ ജാതി നോക്കാറുണ്ട്. അത് കല്യാണ കാര്യങ്ങളിലാണ്. അതായത് ജാതി എന്നത് ശരിക്കും പറഞ്ഞാൽ ആധുനിക സമൂഹത്തിൽ അതിനൊന്നും പ്രസക്തിയില്ല. ഒരാളുടെ മനസ്സ് വിശാലമാകുമ്പോൾ അയാളുടെ ജീവിതം ഭാരമില്ലാതെ നല്ല രീതിയിൽ പോകുന്നു. അതായത് കല്യാണക്കാര്യത്തിലും ജാതി നോക്കുന്നത് കുറഞ്ഞിട്ടുണ്ട്, അതാണ് പറഞ്ഞത്. ഇത് തിരിച്ചു കൊണ്ടുവരണമെന്ന് ആരെല്ലാം ആഗ്രഹിക്കുന്നോ ഞാൻ അവരോട് പറയാണ്, നിങ്ങൾക്കൊരിക്കലും ഇത് സാധിക്കുകയില്ല എന്ന്. ആത്മീയത നിങ്ങളെ തോൽപ്പിക്കും എന്നൊന്നുമില്ല. നിങ്ങളെ ശാസ്ത്രം തോൽപ്പിക്കും, പിന്നെ ആധുനികതയും തോൽപ്പിക്കും. നിങ്ങളുടെ ആ ചിന്ത 200 വർഷങ്ങൾക്ക് മുമ്പാണെങ്കിൽ ശരിയായിരുന്നു. ഇന്ന് അതൊരിക്കലും നടപ്പിലാവില്ല. വേണമെങ്കിൽ ശ്രമിച്ചു നോക്കിക്കോളൂ. ഇവിടെ ഇത്രയും നമ്മുടെ സഹോദരന്മാരുണ്ടല്ലോ, ഒന്ന് ചിന്തിച്ചു നോക്കൂ, നിങ്ങൾക്ക് എത്ര പേരുടെ ജാതി അറിയാമെന്ന്? എത്ര പേരുടെ അറിയാം? പലരുടെയും സർനെയിം വെച്ച് ആ ജാതി മനസ്സിലാക്കാൻ കഴിയും, അവരുടെ കാര്യം മനസ്സിലാക്കാൻ പറ്റും. പക്ഷേ പകുതിയിൽ കൂടുതൽ ആളുകൾക്ക് സർനെയിം ഇല്ലാത്തതുകൊണ്ട് അതും അറിയാൻ പറ്റില്ല. പിന്നെ ചിലർക്കൊന്നും അവരുടെ സർനെയിം ഓർമ്മയും ഉണ്ടാകില്ല. ആരാണിതൊക്കെ ഓർമ്മിച്ചുകൊണ്ട് നടക്കുക? അല്ലെങ്കിൽ തന്നെ ജാതി ഇല്ലാതായിക്കൊണ്ടിരിക്കുക. കല്യാണക്കാര്യത്തിൽ മാത്രമേ ജാതിയുള്ളൂ, മറ്റെവിടെയുമില്ല. ഗ്രാമത്തിലുണ്ട്, അങ്ങനെ ചില കാര്യങ്ങളിലൊക്കെ ഉണ്ട്. പക്ഷെ അത് കുറേശ്ശേ ഇല്ലാതാവുക. ജാതിയെക്കുറിച്ചൊക്കെ പറയുകയാണെങ്കിൽ സ്ത്രീകൾക്കിടയിൽ ഇത് ഒരുപാട് കൂടുതലാണ്. പ്രത്യേകിച്ച് സ്ത്രീകൾ ഇന്റർകാസ്റ്റ് ചെയ്യുമ്പോൾ. അപ്പോൾ അവർ ക്യാരക്ടർലെസ്, അവരുടെ ക്യാരക്ടറിനെ പറ്റി ചോദ്യങ്ങൾ ഉയരുന്നു. പക്ഷേ പയ്യൻ അതിനുശേഷം മാത്രമേ വരുന്നുള്ളൂ ഇതുപോലുള്ള കേസിൽ. പക്ഷെ സ്ത്രീകളുടെ മേൽ ഒരുപാട് പ്രഷറുണ്ട്. നിങ്ങളുടെ ക്യാരക്ടർ നിങ്ങൾ ത്യാഗം ചെയ്തേക്കൂ. ഇതൊരു വലിയ സ്വാതന്ത്ര്യമാണ്. ക്യാരക്ടർ എന്നുണ്ടെങ്കിൽ അതിനെ ത്യാഗം ചെയ്യൂ. എൻ്റെ പെരുമാറ്റം എൻ്റെ ഉള്ളിൽ നിന്ന് വരുന്നതാണ്, സമൂഹത്തിലൂടെയും ആചാരങ്ങൾ കൊണ്ടും ഒന്നും വരുന്നതല്ല. ക്യാരക്ടർ, അതായത് സ്വഭാവം, പെരുമാറ്റം, ഞാൻ എങ്ങനെ പെരുമാറുന്നു, അതാണ് ഈ ക്യാരക്ടർ എന്ന് പറയുന്നത്.
ഞാൻ എങ്ങനെ പെരുമാറുന്നു, ഞാൻ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യുന്നത്, അത് എൻ്റെ ഉള്ളിൽ നിന്ന് വരുന്നതാണ്, സമൂഹത്തിൽ നിന്ന് നമുക്ക് കിട്ടുന്നതല്ല. കൃഷ്ണന്റെ അടുത്തുനിന്ന് ലഭിക്കും, ഗീതയിൽ നിന്ന് ലഭിക്കും, വേദങ്ങളിൽ നിന്ന് ലഭിക്കും, സത്യത്തിൽ നിന്ന് വരും. അങ്ങനെയാണ് പെരുമാറ്റമുണ്ടാകുന്നത്. ഒരിക്കലും സമൂഹത്തിൽ നിന്നല്ല. ഇങ്ങനെ ചെയ്യേ, അങ്ങനെ ചെയ്യുന്നൊക്കെ പറഞ്ഞാൽ അവിടെ നിന്ന് വരരുത്. നമ്മൾ മതവാദികളാണ്. ഗീത കേൾക്കുന്നവരും വേദാന്തം കേൾക്കുന്നവരുമാണ്. സമൂഹം പറഞ്ഞത് കേൾക്കുന്നവൻ നിരീശ്വരവാദിയാണ്. നമ്മൾ അങ്ങനെയാണോ? സമൂഹം പറയുന്നത് കേൾക്കണോ, അതോ ഗീത പറയുന്നത് കേൾക്കണോ? അതെ, മതവാദികൾ ഗീതയാണ് കേൾക്കുക. ഗീത കേൾക്കാതെ സമൂഹം പറയുന്നത് കേൾക്കാൻ പാടില്ല. അവൻ നാസ്തികനാണ്. ആ വിശ്വാസം നിന്റെ പോക്കറ്റിലിട്ടോ. മനസ്സിലായോ?